ഇങ്ങനെ പോയാൽ ദുരന്തം എന്ന് ഇന്നലത്തെ വലിയ തിരക്കിനെക്കുറിച്ച് കോടതി പറഞ്ഞത്, കോടതി വളരെ പെട്ടെന്ന് ഇടപെട്ടല്ലോ. സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചതും അതിനുശേഷം ഇന്ന് ശബരിമലയിൽ തിരക്ക് കുറവ് അനുഭവപ്പെടുന്നത് നമ്മുടെ പ്രതിനിധി സരീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ കോടതി പറഞ്ഞതാണ് ഇങ്ങനെ പോയാൽ ദുരന്തം ഉണ്ടാകും, പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് കോടതി പറയുന്നു. 6 മാസം മുമ്പേ ഒരുക്കം തുടങ്ങേണ്ടതായിരുന്നു എന്ന് തുടങ്ങി സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചത്. ആ നിർദ്ദേശം കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ വനം വകുപ്പിൻ്റെ പാസ് വേണമെന്ന് പറഞ്ഞത് ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ. കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റ് ദർശനം നടത്താനാകാതെ മടങ്ങിപ്പോയവരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഹൈക്കോടതിയുടെ വിമർശനത്തെ ഗൗരവത്തോടെ എടുക്കുന്നു. ഇനി അത്തരം സാഹചര്യം ഉണ്ടാവില്ല എന്ന് പുതിയ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതടക്കമുള്ള വാർത്തകൾ. ഏതായാലും ഇന്ന് രാവിലെ ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ദർശനം വളരെ സുഗമമായി നടക്കുകയാണ്. ശാന്ത ദർശനം അവിടെ ഭക്തർക്ക് കിട്ടുന്നു എന്ന് അവരുടെ പ്രതികരണങ്ങൾ അടക്കം നമ്മുടെ പ്രതിനിധി സരീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക് വന്നാൽ ആ വെട്ടേറ്റില്ല, വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നാണ് മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ വോട്ട് പട്ടികയിൽ നിന്ന് വെട്ടാൻ ശ്രമിച്ച് സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇടതു ശ്രമത്തിന് ഏറ്റ തിരിച്ചടിയെക്കുറിച്ച് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു, നീതി ഉറപ്പാക്കിയ കോടതിക്കും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയെന്ന് വൈഷ്ണ സുരേഷ് പറയുന്നു. തിരിച്ചുവരവ് എന്നതിന് അടിക്കുറിപ്പ് ചിരിച്ചുവരവ് എന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്ന വൈഷ്ണയുടെ ഒരു ചിത്രവുമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് പുനഃസ്ഥാപിച്ചതോടെ തൻ്റെ പേരുള്ള ഭാഗം മൊബൈൽ ഫോണിൽ ഉയർത്തിക്കാട്ടുന്ന തിരുവനന്തപുരം മുട്ടടവാടി UDF സ്ഥാനാർത്ഥി വൈഷ്ണ എന്ന വാർത്താ ചിത്രം സന്തോഷത്തിൻ്റെ ഒരു ചിരിയൊപ്പം VMനുവിനേറ്റ തിരിച്ചടിയും എല്ലാ പത്രങ്ങളിലും മുൻപേജിൽ തന്നെ ഇന്ന് വാർത്തയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെയാണ് VMനുവും കോടതിയെ സമീപിച്ചത്. പക്ഷേ വൈഷ്ണയുടെ കേസ് മറ്റൊന്നാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും അതേപോലെ മറ്റ് പൊതു തിരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടികകളും രണ്ടാണ് എന്നുള്ള അടിസ്ഥാന അറിവ് പോലുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ കോടതിയെ മെനക്കെടുത്തരുത് എന്നുള്ള രീതിയിലാണ് സെലിബ്രിറ്റികൾക്ക് ഒന്നും പത്രം വായിക്കാറില്ല എന്നും മറ്റും ശകാരിച്ചുകൊണ്ടാണ് വിനുവിന് തിരിച്ചടി നൽകിയത് കോടതി. ഹർജി തള്ളിയത് ആ വാർത്തയും പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നു. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ വളരെ പ്രാദേശികമായ ധാരാളം വാർത്തകൾ എല്ലാ പത്രത്തിലുമുണ്ട്. ഒരേ വീട്ടിൽ നിന്ന് 2 മുന്നണിയിൽ മത്സരിക്കുന്നവർ, മറ്റ് പലവിധ ജോലിക്ക് പോകുന്ന സ്ഥാനാർത്ഥികൾ, അങ്ങനെ പലതരം സ്ഥാനാർത്ഥികളുടെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. ഏതായാലും മനോരമയ്ക്ക് നാട്ടിലോട്ട് എന്നാണ് ആ പേജിന് അവർ ഇട്ടിരിക്കുന്ന പേര്. അതിൽ ഒരു കൗതുകകരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നോക്കിയാൽ അല്പം കൂടി കട്ടിയാകാം, സ്ഥാനാർത്ഥികൾക്ക് കുറച്ചുകൂടി മനക്കെട്ടിയാകാമെന്നാണ് ഒരു വാർത്ത. ഞങ്ങൾ എന്തും താങ്ങും, പക്ഷേ അതേപോലെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്കത് താങ്ങാനാകില്ല. നമുക്കറിയാം CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളാണ്. പക്ഷേ ആ ഒരു മനക്കെട്ടി, ആ ഒരു സ്ഥൈര്യം ഒക്കെ പുതിയ സ്ഥാനാർത്ഥികൾക്ക്, പുതിയ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മനക്കരുത്തിനെക്കുറിച്ചുള്ള സൂചനയായിരുന്നു കോടിയേരിയുടെ ഈ വാക്കുകൾ. പക്ഷേ അത് ചോർന്നു പോവുകയാണോ? താഴെ തട്ടിലെങ്കിലും സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിക്കുന്നവരുമൊക്കെ അങ്ങനെ ധാരാളം പേരുടെ വാർത്തകൾ വരുന്നു. ഏതാനും മാസത്തിൻ്റെ ഇടയിൽ സംസ്ഥാനത്താകെ ജീവനൊടുക്കിയ തദ്ദേശ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും എണ്ണം 10ഓളം വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മനോരമ. സൈക്യാട്രി വിദഗ്ധരുടെയൊക്കെ പ്രതികരണങ്ങളും ആ വാർത്തയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അല്പം കൂടി കട്ടിയാകാം രാഷ്ട്രീയക്കാരുടെ മനസ്സിന് എന്ന് പറയുന്നു. താഴെ ആ സീറ്റിൽ ആര്? മറ്റൊരു കൗതുക വാർത്തയാണ്. വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് ഒരു പക്ഷേ ഉയർത്തപ്പെടാം ഇത്. ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അമേയ പ്രസാദ് മത്സരിക്കുന്നതിൽ ഒരാശയക്കുഴപ്പമുണ്ടെന്ന് പറയുന്നു. വനിതാ സംവരണ സീറ്റിലാണ് അമേയെ സ്ഥാനാർത്ഥിയാക്കിയത്. ട്രാൻസ്ജെൻഡറിന് വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതേപോലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വനിതാ സംവരണ വാർഡായ വയലാറിൽ ട്രാൻസ്ജെൻഡർ അരുണിമ M കുറുപ്പിനെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഇതേ നിയമ പ്രശ്നം ഉയരുന്നുണ്ട് എന്നുള്ള വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു വാർത്ത ഇന്ന് മനോരമയുടെ സ്പോർട്സ് പേജിലേക്ക് പോയാൽ ക്യുറസോവ എന്നാണ് പറയുന്നത്. ക്യുറസോവ എന്നൊരു രാജ്യം, അതായത് 444 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു രാജ്യം. കേരളത്തെക്കാളൊക്കെ വളരെ വളരെ ചെറിയത്. ഈ കൊളംബിയയ്ക്കപ്പുറം കരീബിയൻ കടലിൽ വെനസ്വേലയോട് സമീപം കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം. ജനസംഖ്യ
വെറും 1.56 ലക്ഷം മാത്രം. അതായത് നമ്മുടെ ഏറ്റവും ചെറിയൊരു ജില്ലയായ ആലപ്പുഴയിലൊക്കെയുള്ള ജനസംഖ്യയുടെ പകുതി മാത്രമുള്ള ഒരു രാജ്യം ഇതാ ലോകകപ്പിൽ കളിക്കാൻ ഇറങ്ങുന്നു. 82,000 ആ വാർത്ത മനോരമ തുടങ്ങുന്നത് എങ്ങനെയാണ്? 82,500 പേർക്ക് കളിക്കാനാവുന്നതാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. അടുത്ത ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ ഈ സ്റ്റേഡിയത്തിൽ ഡച്ച് കരീബിയൻ രാജ്യമായ ക്യുറസോവയുടെ മത്സരം നടക്കുകയാണെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ 85,000 പേർക്കിരിക്കാം. ആ രാജ്യത്തിൻ്റെ പകുതിയോളം ജനസംഖ്യയ്ക്ക് വന്ന ആ സ്റ്റേഡിയത്തിനുള്ളിലിരിക്കാം. അത്രയും ചെറിയൊരു രാജ്യം എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു യോഗ്യത നേടിയത് ലോകകപ്പ് മാമാങ്കത്തിൽ? കുഞ്ഞല്ല ക്യുറസോവ എന്ന് പറഞ്ഞിട്ട് ജനസംഖ്യയെക്കുറിച്ച് കുറവാണെങ്കിലും ബ്ലൂ വേവ് എന്ന് വിളിപ്പേരുള്ള ക്യുറസോവ ടീം ചില്ലറക്കാരല്ല എന്നും മറ്റും പറഞ്ഞ് നമുക്ക് ഇതേവരെ അജ്ഞാതമായിരുന്ന ഒരു ദേശത്തെക്കുറിച്ച്, ഒരു ദേശരാഷ്ട്രത്തെക്കുറിച്ച്, ഒരു ഫുട്ബോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എല്ലാ പത്രങ്ങളും തരുന്നുണ്ട്. ഹുറേ കുറാസോ എന്നാണ് മാതൃഭൂമി, ക്യുറസോവ എന്നാണ് മലയാള മനോരമ കൊടുത്തത്. നമുക്കിതുവരെ അക്കീര കുറസോവ എന്ന വിഖ്യാത ഫിലിം മേക്കറുടെ പേരെ, ചലച്ചിത്രകാരൻ്റെ പേരെ നമുക്ക് പരിചിതമായിരുന്നുള്ളൂ. എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഏതായാലും ക്യുറസോവ എന്നൊക്കെ അറിയുന്ന പുതിയൊരു രാജ്യം. അവിടുത്തെ ആലപ്പുഴ, കേരളത്തിലെ ചെറിയ ജില്ലയായ ആലപ്പുഴയ്ക്ക് ക്യുറസോവയേക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ട് എന്നുള്ളതാണ്. 1414 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണം. ക്യുറസോ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന കൊച്ചു രാജ്യം എന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിലെ 1-ാം പേജിൽ പോലും അത് വലിയ വാർത്തയാകുമ്പോൾ ലോകത്തെ എല്ലായിടത്തും ഇന്ന് ക്യുറസോയെ അറിയുകയാണ്, ആഘോഷിക്കുകയാണ്. ക്യുറസോയുടെ ലോകകപ്പ് വേദിയിലേക്കുള്ള വരവ് കാൽപന്ത് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. മാതൃഭൂമി 1-ാമത്തെ പേജിൽ മറ്റൊരു മുമ്പ് പറഞ്ഞ മനോരമയിലെ വാർത്തകളൊക്കെ മുൻപേജിൽ തന്നെ ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരോട് ഇന്നലെ ട്രംപ് ആക്രോശിച്ചത്, ഖഷോഗിയെക്കുറിച്ചുള്ള ചോദ്യം ട്രംപിനെ പൊള്ളിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമി. വാഷിങ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗിയുടെ വധത്തെക്കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് അറിയാമായിരുന്നു എന്ന US രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഇന്നലെ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. അവിടെ ABC-യുടെ ന്യൂസ് റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ABC റിപ്പോർട്ടർ മേരി ബ്രൂസ് ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രസിഡൻ്റ് ആയിരിക്കെ സൗദി അറേബ്യയുടെ കുടുംബ ബിസിനസ് നടത്തുന്നത് നല്ലതാണോ എന്നും ഒരു ജേർണലിസ്റ്റിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും ഒക്കെ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൽമാൻ രാജാവും ഒപ്പമുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഒപ്പമുള്ള വാർത്താ സമ്മേളനത്തിനിടെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് എന്ന് ചോദിക്കുന്നു. വ്യാജ വാർത്തക്കാരാണ് നിങ്ങൾ, മാധ്യമരംഗത്തെ ഏറ്റവും മോശക്കാരാണ് ABC, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണെന്നൊക്കെ പറഞ്ഞ് ആ മാധ്യമപ്രവർത്തകരെ അപമാനിച്ചതും ഒപ്പം നമ്മുടെ അതിഥിയെ ഈ മുഹമ്മദ് ബിൻ സൽമാനെ അപമാനിക്കരുതെന്നും മറ്റും ട്രംപ് ആ ഒരു നാടകീയ സംഭവങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ വാർത്തയുടെ ഒരു വെർബാറ്റം പോലെയുള്ള ട്രാൻസ്ലേഷനാണ് ഇന്ന് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. പോലീസുകാർക്ക് ഇനി വിശ്രമമില്ല എന്നാണ് 8-ാമത്തെ പേജിൽ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് ശബരിമല കാലം, ഇലക്ഷൻ കാലം, ഇനി വരുന്ന കാലം പോലീസുകാർക്ക് ഭയങ്കര ജോലിയുടെ കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസത്തിൻ്റെ മാത്രം ഇടവേളയിൽ 2 ഘട്ടങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം ശബരിമല കാലമാണിത്. ഇനി പോലീസുകാരെ കാത്തിരിക്കുന്നത് വിശ്രമമില്ല ജോലിയുടെ നാളുകളാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സംബന്ധിച്ച് അന്തിമ തീരുമാനം വന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ആ വാർത്ത, തെരഞ്ഞെടുപ്പ് ശബരിമല വാർത്ത എങ്ങനെയാണ് പോലീസ് ഡ്യൂട്ടിയെ ബാധിക്കാൻ പോകുന്നത് എന്ന് കൊടുത്തിരിക്കുന്നു. 14-ാം പേജിൽ ഒരു കൗതുക വാർത്തയുണ്ട്. 2 കൗതുക വാർത്തകൾ ശരിക്കും ഒന്നുണ്ട്. ആദ്യമായി മനുഷ്യർ ചുംബിച്ചതെന്നാകാം. ചുണ്ടും ആദ്യം ചുംബിച്ചിട്ട് 2.1 കോടി വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത. ചുണ്ടോട് ചുണ്ടു ചേർത്തുള്ള ചുംബനത്തിൻ്റെ പരിണാമ ചരിത്രം ചെകഞ്ഞെടുത്തിരിക്കുകയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ മെറ്റിൽഡ ബ്രിൻഡിലും കൂട്ടരും. ഏതാണ്ട് 2.1 കോടി വർഷം മുമ്പ് ആരായിരുന്നു ഇങ്ങനെ ചുംബിച്ചത്? വലിയ ആൾക്കുരങ്ങുകളാണ് ആദ്യമായി ചുംബിച്ചത് എന്ന് പറയുന്നു. ആധുനിക മനുഷ്യൻ്റെ പൂർവികരിലും ആൾക്കുരങ്ങുകളിലും ഈ പ്രവണതയുണ്ടായിരുന്നു. നിയാൻഡർതാലുകളുടെ ഫോസിലുകളിൽ നിന്ന് ലഭിച്ച ബാക്ടീരിയകളുടെ പഠനത്തിൽ നിന്നാണ് ഈ വാർത്ത വെളിവായത്. കേരളത്തിൽ റബ്ബർ കുരുവിന് ക്ഷാമമാണ്. ഇത്രയും റബ്ബറുകളുള്ള കേരളത്തിൽ അസമിൽ നിന്നാണ് നഴ്സറികളിൽ റബ്ബർ കുരു ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ള ഒരു വാർത്ത. നേരത്തെ അത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. എങ്കിലും കേരളത്തിലേക്ക് വിത്തിന് റബ്ബർ കുരു എത്തിയിരിക്കുന്നത് അസമിൽ നിന്നാണ് എന്ന കൗതുക വാർത്ത ഇതിനോടൊപ്പം മറ്റൊരു വാർത്തയായി ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചേർത്ത് വയ്ക്കുന്നു.
നിതീഷ് സർക്കാർ ഇന്ന് അധികാരമേൽക്കുമെന്ന വാർത്തയാണ് കേരള കൗമുദിയുടെ ഒന്നാമത്തെ പേജിലെ മറ്റൊരു വാർത്ത. പ്രധാന വകുപ്പുകളിന്മേൽ ചർച്ച തുടരുകയാണ്. രാവിലെ 11:30 പാട്ന ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA മന്ത്രിമാരും ഒക്കെ ഇതിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങുമ്പോഴും മുഖ്യമന്ത്രി സ്പീക്കർ പദവി സംബന്ധിച്ച വകുപ്പുകളെക്കുറിച്ചും ആരൊക്കെയായിരിക്കും ഉപമുഖ്യമന്ത്രിമാർ എന്നതിനെ സംബന്ധിച്ചൊന്നും ഇതേവരെ ധാരണയായിട്ടില്ല എന്ന വാർത്തയുണ്ട്. ധാരാളം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഉള്ളിൽ ഉണ്ടെങ്കിലും സഹോദരങ്ങൾ നേർക്കുനേർ വരുന്ന ഒരു വാർത്തയെക്കുറിച്ച് വാർത്ത ഇന്ന് കേരള കൗമുദിയിലുണ്ട്. കെട്ടിവെക്കാനുള്ള കാശ് നൽകിയത് ഉമ്മയാണ്. 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി പരസ്പരം ഏറ്റുമുട്ടുന്നു സഹോദരങ്ങൾ. കോഴിക്കോട് കൊടുവള്ളിയിലെ കിഴക്കോത്ത് പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഈ അപൂർവ സഹോദര പോരാട്ടം. UDFിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ ഇസ്ഹാഖ് പൂക്കോട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ അയ്യൂബ് പൂക്കോട്ടിൽ ത്രാസ് ചിഹ്നത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 2 പേർക്കും കെട്ടിവെക്കാനുള്ള കാശ് സ്വന്തം ഉമ്മയാണ് കൊടുത്തത്. ആർക്കാണ് വോട്ട് നൽകാൻ പോകുന്നതെന്ന് ഉമ്മ വ്യക്തമാക്കിയിട്ടില്ല എന്നതടക്കം ഒരു തെരഞ്ഞെടുപ്പ് കൗതുക വാർത്ത കേരള കൗമുദി ഇന്ന് തരുന്നു. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ SIR ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ CPIM നേരിട്ട് ഹർജി നൽകിയ വാർത്ത. ലക്ഷങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കും, പൗരത്വം പരിശോധിക്കാൻ അധികാരമില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ നടപടി അപ്രായോഗികമാണെന്ന് തുടങ്ങി CPIM നേരിട്ട് ഹർജി നൽകിയ ഒരു വാർത്തയുണ്ട്. ഒപ്പം കേരളത്തിൻ്റെ ഹർജി നാളെയാണ് കോടതി പരിഗണിക്കുന്നത് എന്നതും ഉണ്ട്. ജമാഅത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പാണക്കാട് തങ്ങൾ എന്ന വാർത്തയും ഒന്നാമത്തെ പേജിൽ പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മതരാഷ്ട്രവാദികളുമായുള്ള സഖ്യം സമ്മതിക്കുകയാണ് ലീഗ്. സഖ്യമില്ലെന്ന് കോൺഗ്രസിലെയും ലീഗിലെ ഒരു വിഭാഗവും പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കുന്ന പാണക്കാട് റഷീദ് അലി തങ്ങൾ വെൽഫെയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 10ാമത്തെ പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. വിപിൻ വിജയന് PhD നൽകാതെ കേരള സർവകലാശാല താത്കാലിക VC. അധ്യാപകയിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ട വിപിൻ വിജയൻ്റെ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത് നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ വിപിൻ വിജയനെ ഒഴിവാക്കി ബാക്കി 64 പേർക്കാണ് PhD അവാർഡ് ചെയ്യാൻ ഇപ്പോൾ താത്കാലിക VC ഉത്തരവിട്ടിരിക്കുന്നത്. VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ ഉത്തരവിറക്കിയത്. സാധാരണ ഇതിനുള്ള അധികാരം ഉള്ളത് സിൻഡിക്കേറ്റിനാണ്. ഇത് സിൻഡിക്കേറ്റിൻ്റെ ചർച്ചയ്ക്ക് വെക്കാതെയാണ് VC ഈ ഉത്തരവിട്ടത് എന്ന് പറയുന്നു. ബാക്കി എല്ലാ പത്രത്തിലും ഭക്തരെ മരിക്കാൻ വിട്ടുകൊടുക്കില്ല, തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ദുരന്തം, തീർത്ഥാടകരെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല, ഏകോപനമില്ല എന്ന് തുടങ്ങിയാണ് പ്രധാന വാർത്തകൾ. ഈ ശബരിമലയാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രധാന വാർത്തയായി വെച്ചിരിക്കുന്നത്. അൽ-ഫലാഹ് സർവകലാശാലയിലെ ചെങ്കോട്ട ദുരന്തം നടന്നതിന് ശേഷം 10 വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന വാർത്തയുണ്ട്. ആളെ കൊല്ലുന്ന SIR തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മമതാ ബാനർജി ആഞ്ഞടിച്ചു എന്ന വാർത്ത ചന്ദ്രികയുണ്ട്. വീക്ഷണം സ്വാഭാവികമായും ജനാധിപത്യ വിജയം എന്ന രീതിയിൽ വൈഷ്ണയുടെ നിയമപോരാട്ടത്തിലെ വിജയം ആഘോഷിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങളിലെ നമ്മുടെ വർത്തമാന പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സേതു.